അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി ബിറദ്വാനില്ലാഹി അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ. ഇൻസാൻ എന്ന പദം മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആത്യന്തികമായി വിജയിക്കാൻ ഉണ്ടാവേണ്ട ഗുണങ്ങളും അങ്ങനെ വിജയിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളും പ്രധാനമായും സൂറത്തുൽ ഇൻസാൻ ചർച്ച ചെയ്യുന്നുണ്ട്. പരാജയപ്പെട്ടു പോവാതിരിക്കാൻ പരാജയപ്പെട്ടവർക്ക് ലഭിക്കുന്ന ഭയാനകമായ ശിക്ഷകളെയും സൂറത്തുൽ ഇൻസാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. ഉന്നതികളുടെ പടവുകൾ താണ്ടുമ്പോഴും വലിയ വലിയ കമ്പനിയുടെ മുതലാളിമാരായി മാറുമ്പോഴും ധാരാളം അനുയായി വൃദ്ധം നമുക്ക് രൂപപ്പെടുമ്പോഴും എത്ര കോഴ്സുകൾ പൂർത്തിയാക്കി എത്ര സ്കില്ലുകൾ നേടിയെടുത്താലും ഒന്നും മറക്കരുത്, വന്ന വഴി മറക്കരുത്. ലം യകുൻ ശൈഅൻ മദ്കൂറ, നീ ഒന്നുമല്ലാത്തൊരു കാലമുണ്ടായിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. അങ്ങനെ പറഞ്ഞാൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒക്കെ ബീജത്തുള്ളികളിൽ നിന്നാണ് നമ്മൾ പടക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഘട്ടം ഒരു ബീജത്തുള്ളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്തൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഉയരങ്ങൾ എത്ര താണ്ടിയാലും പടവുകൾ എത്ര കീഴ്പ്പെടുത്തിയാലും വിജയങ്ങളും നേട്ടങ്ങളും എത്ര കൈവരിച്ചാലും മോനെ വന്ന വഴി മറക്കരുത്. ഒന്നുമല്ലാത്ത കാലം ഉണ്ടായിരുന്നു. പട്ടം പറപ്പിക്കുന്നത് കണ്ടില്ലേ? എത്ര മുകളിലോട്ട് പട്ടം പറന്നു പോയാലും താഴെയുള്ള കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇളകിപ്പോയാൽ ഞാൻ ഉയരത്തിലേക്ക് എത്തിയല്ലോ എന്ന ചിന്ത വന്ന് എന്നെ ആരും നിയന്ത്രിക്കേണ്ടതില്ല എന്ന വിചാരം പട്ടത്തിന് വന്നാൽ അലക്ഷ്യമായി പോകും. പറഞ്ഞു വരുന്നതിൻ്റെ ഒരു താല്പര്യം ലം യകുൻ ശൈഅൻ മദ്കൂറ, പറയാൻ പറ്റാത്ത ഒന്നുമല്ലാത്തൊരു കാലം നമുക്കുണ്ടായിരുന്നു. അത് ഓർമ്മിക്കുമ്പോൾ ഞാൻ എന്ന അഹംഭാവമോ അഹന്തയോ നമുക്കുണ്ടാവരുത്. അപ്പോഴാണ് നല്ല മനുഷ്യനാവുന്നത്. എല്ലാ നന്മകളും ഒത്തിണങ്ങിയ അമ്പിയാക്കൾക്ക് ശേഷം ആദ്യം സ്വർഗത്തിലെത്തുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന പ്രവാചക ശിഷ്യൻ പലപ്പോഴും പറയാറുണ്ട്, ഏതെങ്കിലും ഒരാളുടെ നെഞ്ചിൻ്റെ മുകളിലുള്ള ഒരു രോമം ആയിരുന്നുവെങ്കിൽ നന്നായിരുന്നു. കാരണം ആ മനുഷ്യൻ സ്വർഗത്തിലെത്തുമ്പോൾ അതുവഴി ഞാനും സ്വർഗത്തിലെത്തുമല്ലോ. എനിക്കിപ്പോൾ സ്വർഗത്തിലെത്താൻ കാര്യമായിട്ട് എന്താണുള്ളത് എന്നിങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. സ്വർഗത്തിലെത്താനുള്ള എല്ലാ കർമ്മങ്ങളും മേളിച്ചിട്ടും ഞാനൊന്നുമല്ല എന്നൊരു ചിന്ത മഹാന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാവുന്നത്. പിന്നീട് സൂറത്തുൽ ഇൻസാൻ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ പരലോകത്തെത്തിയാൽ വിജയിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പരലോകത്തെ ഭയാനകതകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അവിടുത്തെ പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്കെന്താണ് ഉണ്ടാവേണ്ടത്. അതിലേറ്റവും പ്രധാനമായിട്ട് സൂറത്തുൽ ഇൻസാൻ നമ്മളോട് പഠിപ്പിക്കുന്നത്
ഒരു മനുഷ്യപ്പറ്റുള്ള ആളാവണം, മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാവണം. നമ്മുടെ ലൈഫ് എപ്പോഴും മനുഷ്യർക്കൊപ്പമാവണം. പാവങ്ങളെ പരിഗണിക്കണം, അനാഥകളെ ചേർത്ത് പിടിക്കണം, ദുർബലരെ നമ്മൾ അവഗണിക്കരുത്. പരലോകത്ത് രക്ഷപ്പെടുന്ന മനുഷ്യരെ പരിചയപ്പെടുത്തുകയാണ് സൂറത്തുൽ ഇൻസാൻ. പരലോകത്ത് രക്ഷപ്പെടുന്ന മനുഷ്യരെ പരിചയപ്പെടുത്തുമ്പോൾ ആ നല്ല മനുഷ്യർക്കുള്ള ഗുണങ്ങൾ സൂറത്തുൽ ഇൻസാൻ പറയുന്നത് എന്താണ്? വയുത്ഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അവർ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നവരാണ്, വിശന്നവരുടെ വിശപ്പിൻ്റെ വേദന അവർ അറിയുന്നവരാണ്. വയുത്ഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി, ആ ഭക്ഷണത്തിലേക്ക് അവർക്ക് തന്നെ ആവശ്യമുണ്ട്, ആ ഭക്ഷണത്തിലേക്ക് അവർക്ക് തന്നെ ആഗ്രഹമുണ്ട്. എന്നിട്ടും സ്വന്തം ശരീരത്തിൻ്റെ ആഗ്രഹത്തെ അടക്കിപ്പിടിച്ച് ഒതുക്കി നിർത്തി ബാക്കിയുള്ളവരെ പരിഗണിക്കുന്ന വിശാല മനസ്സിൻ്റെ ഉടമകളാണ് നല്ല മനുഷ്യർ. അവർ പരലോകത്തെ ഭയാനകമായ രംഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യുന്നത് വയുത്ഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി, അവർക്ക് ആഗ്രഹമുണ്ടായിരിക്കെ തന്നെ അവർ വളരെ നല്ല ഭക്ഷണങ്ങൾ ഭക്ഷിപ്പിക്കുകയാണ്. ആർക്ക്? മിസ്കീനൻ, അഗതികൾക്ക്, ആരുമില്ലാത്തവർക്ക്, വയതീമൻ, അനാഥകൾക്ക്, അസീറൻ, തടവിലാക്കപ്പെട്ടവർ, അറസ്റ്റിലായവർ. അസീറൻ എന്ന പദത്തിന് വേറൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. മെൻ്റലി വിഷമുള്ള ആൾക്കാർ, മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന പാവങ്ങളുണ്ടാവും, അവർക്കും ഭക്ഷണം നൽകുന്നവർ. സമൂഹമേ മാനസികമായി ബുദ്ധിമുട്ടുള്ളവർ, റോഡ് സൈഡിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പുകളിലും നമ്മുടെ പരിസരത്തും ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ അവരെ കാണുമ്പോൾ അവഗണിക്കരുത്. അസീറൻ, അന്നാഖിസുഫിൽ അഖിൽ, ബുദ്ധിയിൽ ചെറിയ കുറവുള്ളവർ, പ്രയാസം അനുഭവിക്കുന്നവർ, അവർക്ക് ഭക്ഷണം നൽകുന്നവരാണ് നല്ല മനുഷ്യർ. അവരാണ് പരലോകത്ത് സ്വർഗമാകുന്നവർ. ശ്രദ്ധേയമായ ഒരു ക്വാളിറ്റിയാണ് സൂറത്തുൽ ഇൻസാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉള്ള കാര്യമാണ് ഇത്വാമു ത്വാം, ഭക്ഷണം നൽകൽ. ഏറ്റവും പ്രതിഫലമുള്ള കാര്യമാണ്. ആർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത്? ഈ ആയത്ത് സൂചിപ്പിച്ചതുപോലെ അനാഥകൾ, അഗതികൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ, ബുദ്ധിക്ക് കുറവുള്ള മക്കൾ, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഇത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, മതമുണ്ടാവട്ടെ മതമില്ലാതിരിക്കട്ടെ, ആരായാലും അവർക്കൊക്കെ ഭക്ഷണം നൽകുന്നതിന് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം ഉണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലോകത്തുള്ള എല്ലാ സുഹൃതങ്ങളെയും ഞാൻ പരിശോധിച്ചു. ഏറ്റവും നല്ല കർമ്മമായി എനിക്ക് മനസ്സിലായത്, എനിക്ക് ബോധ്യപ്പെട്ടത് ഭക്ഷണം നൽകലെന്ന സുഹൃതത്തെയാണ്. വിശുദ്ധ റമദാനിൽ ഓരോ ദിവസവും നോമ്പ് തുറക്കാൻ 30 പേർക്ക് ഇഫ്താറിൻ്റെ കിറ്റ് നൽകുന്ന ആളാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അടുത്ത ദിവസം മറ്റൊരു 30 ആൾക്ക്, 10 ദിവസം കൂടുമ്പോൾ 300ആയി. റമദാനിലെ 30 ദിവസം തീരുമ്പോൾ 900ആയി. ഈ 900 പേർക്കും പെരുന്നാളിന് വസ്ത്രത്തിൻ്റെ കിറ്റ് കൂടി കൊടുത്തിട്ടാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരു റമദാനിനെ യാത്ര അയക്കുന്നത്. അതാണ് ഭക്ഷണം നൽകലിൻ്റെ, ഖുർആൻ ഓതലിൻ്റെ മാസമാണ് റമദാൻ എന്ന് ഔലിയാക്കൾ, മഹാന്മാർ നമ്മെ റമദാനിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് പറയുന്നത്.
വിശുദ്ധ റമദാനാണ് നമ്മിലേക്ക് വരുന്നത്. അതിൻ്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മൾ ഓരോരുത്തരും കൂടുതൽ ഭക്ഷണം നൽകാൻ, പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ പേർക്ക് ഭക്ഷണം കൊടുക്കലിനാണ് ഇസ്ലാമിൽ കൂടുതൽ പ്രതിഫലമുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ 1000 രൂപ ഉണ്ട്, 10 പേർക്ക് ഉച്ചഭക്ഷണം വാങ്ങി കൊടുക്കുന്നതാണോ ഈ 1000 രൂപ കൊണ്ട് നല്ലത്? അല്ല, ഒരാൾക്ക് തന്നെ 10 ദിവസം ഭക്ഷണം കൊടുക്കുന്നതാണോ? ഇസ്ലാമിൽ കൂടുതൽ പ്രതിഫലമുള്ളത് 10 പേർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കലാണ്. കാരണം ആ 10 പേരുടെ ദുആ കിട്ടുമല്ലോ, കുറേ ആൾക്കാരുടെ വിശപ്പ് അകറ്റാൻ പറ്റുമല്ലോ, കൂടുതൽ ആൾക്കാർക്ക് നമ്മുടെ സഹായം എത്താൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഹമ്മാദ് ബിൻ സൽമാൻ എന്ന മഹാൻ റമദാനിൻ്റെ രാത്രിയിൽ 100 പേർക്ക് ഭക്ഷണം കൊടുക്കും. നാളെ വേറെ 100 പേർക്ക്, മറ്റന്നാൾ വേറെ 100 പേർക്ക്, അങ്ങനെ എല്ലാവർക്കും കൂടി പെരുന്നാൾ ദിവസം പെരുന്നാളിന് ധരിക്കാനുള്ള വസ്ത്രം അടങ്ങുന്ന കിറ്റും നൽകും. ലോകം അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനാണ് ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. രാവിലെ തന്നെ മഹാനവറുകൾ എന്തെങ്കിലും ഒരു വർക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് 360 പേർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവുമുള്ള ശീലമാണിത്. എല്ലാ ദിവസവും 360 പേർക്ക് ഭക്ഷണം കൊടുക്കും. മഹാനവറുകൾ തൻ്റെ വീട്ടിൽ ഒരു ഡോർ എപ്പോഴും ഓപ്പണാക്കി വെക്കും. എന്ന് പറഞ്ഞാൽ ആര് വിശക്കുന്നുണ്ടെങ്കിലും ഈ ഡോറിലൂടെ വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകാം എന്ന സന്ദേശമാണ് ഈ ഓപ്പൺ ഡോർ പോളിസിയിലൂടെ മഹാനവറുകൾ നാടിനെ ബോധ്യപ്പെടുത്തുന്നത്. ഈജിപ്തിൽ മറവിട്ട് കിടക്കുന്ന ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ പരിസരത്ത് ഇപ്പോഴും ഭക്ഷണം നൽകുന്ന ശീലമുണ്ട്. ജീവിതത്തിലെ ശീലമാണ് ഇപ്പോഴും മഹാനവറുകളുടെ ഖബറിൻ്റെ പരിസരത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മദീനയിലേക്ക് എത്തിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മദീനക്കാരെ ബോധിപ്പിച്ചത് ഭക്ഷണം നൽകുന്നതിൻ്റെ മഹത്വമാണ്. സ്വർഗത്തിൽ ഒരു സ്ഫടിക കൊട്ടാരമുണ്ട്. അവർ ആ സ്വർഗ കൊട്ടാരം സംവിധാനിച്ചത് തന്നെ ലിമൻ അത്വാമത്വാം, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നവർക്കാണ്. നമ്മുടെ വീട്ടിലേക്ക് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകാൻ ഒരാളെ അതിഥിയായി കൊണ്ടുവന്നാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ബർക്കത്ത് എത്ര, ഐശ്വര്യങ്ങൾ എത്ര ധാരാളമുണ്ട്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകലാണ് വർഷാവർഷം ഹജ്ജിന് പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്ന് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പാവങ്ങൾക്ക് വിരിച്ചു കൊടുക്കുന്ന സുപ്രയാണ് ലോകത്തെ ഏറ്റവും നല്ല സുപ്ര. വയുത്ഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അറസ്റ്റ് ചെയ്യപ്പെട്ടവർ, ബുദ്ധി കുറവുള്ള പാവങ്ങൾ, അനാഥകൾ, അഗതികൾ, അവർക്കൊക്കെ ഭക്ഷണം നൽകുന്നവർക്ക് പരലോകത്ത് പേടിക്കാനേ ഇല്ല. അവർ അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി വാങ്ങി സ്വർഗം വാങ്ങുന്നവരായിരിക്കും. ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ആരെങ്കിലും വല്ല ഗിഫ്റ്റുമായിട്ട് വന്നാൽ, വല്ല ഹദിയായിട്ട് വന്നാൽ, അത് വാങ്ങി എണ്ണി നോക്കാതെ തലയണൻ്റെ ഉള്ളിൽ, തലയണൻ്റെ അടിയിൽ അത് വെക്കും. എന്നിട്ട് തൊട്ടടുത്ത നിമിഷമോ മറ്റോ ആരെങ്കിലും പാവങ്ങൾ വന്നാൽ ആ തലയണൻ്റെ അടിയിലുള്ള താഴ്ഭാഗത്തുള്ള ആ ഹദിയെടുത്ത് അവർക്ക് കൊടുക്കും. എത്രയാണ് കിട്ടിയതെന്ന് നോക്കുകയോ എത്രയാണ് കൊടുക്കുന്നതെന്ന് ചിന്തിക്കുകയോ ചെയ്യാതെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, പാവങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നലകളിൽ ജീവിച്ച മഹാന്മാരുടെ ജീവിതശൈലി. ആർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത്? ഒന്ന്, കുടുംബക്കാർ. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിൽ ഏറ്റവും പ്രതിഫലമുള്ളത് കുടുംബക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. കുടുംബ ബന്ധം ചേർക്കലും സ്വതക്കയുടെ പ്രതിഫലവും രണ്ടും അതുവഴി ലഭിക്കും. 2, അനാഥകൾ. അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കലിലൂടെ സ്വർഗത്തിൽ പ്രവാചകരോടൊപ്പം, മുത്തുനബിയോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് സ്വർഗത്തിൽ ഒരു സീറ്റ് ലഭിക്കും. കാരണം അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നവർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുപോയി.
അപ്പോൾ അള്ളാഹു ഏൽപ്പിച്ച ഒരാൾ മരിച്ചുപോയല്ലോ. അപ്പോൾ പിന്നെ ഒരാൾ അനാഥയായ പെൺകുട്ടിയെ അല്ലെങ്കിൽ അനാഥനായ ആൺകുട്ടിയെ ഏറ്റെടുത്ത് ഭക്ഷണം കൊടുത്താൽ അയാൾക്ക് മുന്തിയ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം തന്നെ ഡയറക്റ്റ് ഏൽപ്പിച്ച ആൾ മരിച്ചുപോയി. ഇനി അള്ളാഹു തന്നെയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. ചെയ്യേണ്ട ഒരു കാര്യം ഇയാളാണല്ലോ ഇപ്പോൾ ചെയ്യണത്, അതിന് വലിയ കൂലിയുണ്ട്. അതാണ് അന വക്കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ. യതീമിനെ, അനാഥയെ സംരക്ഷിക്കുന്ന ഒരാൾ സ്വർഗത്തിൽ ഞാനും അയാളും ഇങ്ങനെയായിരിക്കും, അത്ര അടുത്തായിരിക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സുൽത്താനുൽ ഉലമ ഉസ്താദും ഉപനായകരായ ബദറുസ്സാദാത്ത് തങ്ങൾ ഉസ്താദും പ്രിയപ്പെട്ട പേരോട് ഉസ്താദും എത്ര അനാഥകളെയാണ് സംരക്ഷിക്കുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ജീവിച്ച് കാണിച്ചു തന്ന വലിയ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യരായ ഉസ്താദുമാരെല്ലാം. ഭക്ഷണം കൊടുക്കേണ്ട മൂന്നാമത്തത് അയൽവാസികളെ നമ്മൾ പരിഗണിക്കണം. മോനെ അബൂദർറെ കറി വെക്കുമ്പോൾ കുറച്ചധികം വെള്ളം ചേർത്ത് കറി വെക്കണം, കൂടുതൽ കറി ഉണ്ടാവണം. അയൽവാസിയെ പരിഗണിക്കാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശിഷ്യനോട് ഉപദേശിക്കുന്നത്. നാലാമത്തത് അതിഥികൾ. മൻ കാന യുഅ്മിനു ബില്ലാഹി ഫല്യൗമിൽ ആഖിർ, യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അതിഥികളെ നന്നായി ആദരിക്കണമെന്നാണ് പ്രവാചകാധ്യാപനം. 5 കൂട്ടുകാർക്ക് ഭക്ഷണം നൽകലിലൂടെ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റും. 6 യാത്രക്കാർ, സഹയാത്രികരുടെ ഹോട്ടൽ ബില്ലടക്കാനും വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തത്, ആരൊക്കെ വിശക്കുന്നുണ്ടോ അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കണം. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താൽ സ്വർഗത്തിലെ ഫ്രൂട്ട്സുകൾ അയാൾക്ക് നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിമായാലും അമുസ്ലിമായാലും ഭക്ഷണം കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. അത് മുസ്ലിമിന് ഭക്ഷണം കൊടുത്താൽ കൂലിയുണ്ട്, അമുസ്ലിമിന് ഭക്ഷണം കൊടുത്താൽ കൂലിയില്ല, അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആൾക്കാരെ സൽക്കരിച്ചിട്ടുണ്ട്, അമുസ്ലിമീങ്ങളായ സഹോദരന്മാരെ. അമുസ്ലിമീങ്ങൾ നൽകിയ സൽക്കാരം സ്വീകരിച്ച എത്ര മഹാന്മാരുടെ ചരിത്രമുണ്ട്. താരീഖ് ദിമഷ്കിൽ ഇഷ്ടംപോലെ ചരിത്രങ്ങൾ ആ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ഖാദിമീങ്ങൾ, സർവൻസ്, ഓഫീസിലെ സ്റ്റാഫ്, ഓഫീസ് ബോയ്, ഡെലിവറി ബോയ്, അവരെയും നമ്മൾ പരിഗണിക്കണം. ഫുഡ് ഓർഡർ ചെയ്ത് ഹോം ഡെലിവറി ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആ ഡെലിവറി ബോയ് നമ്മളിലേക്ക് വന്നാൽ ആ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്നോ മറ്റോ അയാൾക്കും കുറച്ചൊന്ന് കൊടുക്കണം. കാരണം ആ ഭക്ഷണത്തിൻ്റെ സ്മെല്ല് അയാളും ആസ്വദിച്ചിട്ടുണ്ടാവും. അയാളും ആ ഡ്രൈ ചിക്കൻ്റെ, അൽഫാമിൻ്റെ, ഷവായിയുടെ വാസന അനുഭവിച്ച ആളായിരിക്കും. ആ ആഗ്രഹം നമ്മൾ കളയരുത്, അവർക്കും ഒന്ന് കൊടുക്കണം. അത് പുണ്യകർമ്മമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യേതര ജീവികൾക്കും ഭക്ഷണം നൽകണം. ഭക്ഷണം കൊടുക്കാതെ പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് നരകത്തിൽ പോയ കഥ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്തു പോയ ജീവിതത്തെ നന്നാക്കിയെടുത്തൊരു കർമ്മമായി നായക്ക് വെള്ളം കൊടുത്ത കർമ്മത്തെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ആവുന്നത്ര നമ്മൾ ഭക്ഷണം കൊടുക്കണം. ഈ കൊടുക്കുന്ന ഭക്ഷണങ്ങളും വെള്ളവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടി ആവണം എന്നതാണ് സൂറത്തുൽ ഇൻസാൻ തൊട്ട് ശേഷം ലി വജിഹില്ലാഹി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാവണം, ആളെ കാണിക്കാനല്ല. അങ്ങനെ മനുഷ്യർക്കൊപ്പം നിൽക്കാനാണ് സൂറത്തുൽ ഇൻസാൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. കേരള യാത്ര നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. തിരുവനന്തപുരത്ത് കേരള യാത്ര അവസാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു തുടർച്ചയാണ്. വീണ്ടും വീണ്ടും നമ്മെ നല്ല മനുഷ്യരാക്കാനുള്ള, മനുഷ്യർക്കൊപ്പം നിൽക്കാനുള്ള, മാനവിക ബോധമുള്ള നല്ല മനുഷ്യരാവാനുള്ള ആശയങ്ങളാണ് നമുക്ക് ഉസ്താദും ഉപനായകരായ ഗുരുവര്യന്മാരും നൽകുന്നത്. ജീവിച്ചു കാണിച്ചു തന്ന് അനേകായിരം പാവങ്ങളെ, അനാഥകളെ ചേർത്തു പിടിച്ച അസീറൻ, കൊലക്കയറിൻ്റെ മുന്നിൽ വിധി കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയെയും രക്ഷപ്പെടുത്താൻ മുന്നിൽ നിന്ന ഉസ്താദിനെ നമുക്ക് മാതൃകയാക്കാൻ കഴിയണം. നല്ല മനുഷ്യരാവാൻ
നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.